ഇതെന്താ കേസ്? ഇതൊരു വണ്ടി ആക്സിഡൻ്റ് ആയ കേസാ. സാർ, ഇത് ആക്സിഡൻറ്റ് കേസിലെ പിള്ളേരാ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കുറ്റിമറിച്ച് വരുന്നേ? ആധാർ കാർഡ് ഉണ്ടാ? ലൈസൻസ് ഉണ്ടാ? വീട്ടിലെ സാറേ. ലൈസൻസ് ഒക്കെ വീട്ടിലേക്കല്ലടാ. എന്താണ് ഒരു തലപൊങ്ങൂലേ? റഷീദേ, ഇവരെ പറ്റി ഡീറ്റെയിൽ അന്വേഷിച്ച് കേസ് എടുക്കട്ടാ. ഹലോ. ഹലോ, ഇത് റോഷൻ്റെ അമ്മയല്ലേ? അതെ. ഇത് നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. മകനൊന്ന് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അയ്യോ സാറേ, എൻ്റെ മോൻ എന്താ പറ്റിയേ? അവന് കുഴപ്പമൊന്നുമില്ല. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുമ്പോൾ ഒരാളെ ആക്സിഡൻ്റ് ആയതാ. നിങ്ങളൊന്ന് വേഗം വരണം കേട്ടോ. ഓക്കെ. ഹലോ ഏട്ടാ, റോഷൻ പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷനിലോ? ആരോ ഇടിച്ചിട്ട് എന്നാ പറയണേ. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ അവന് വണ്ടി കൊടുക്കരുതെന്ന്? അവൻ ലൈസൻസ് ഉണ്ടോ? അവൻ ആ സൈക്കിൾ എങ്ങാനും എടുത്ത് പോയാ പോരെ? നിന്നോട് ആരാ അത് കൊടുക്കാൻ പറഞ്ഞേ? എന്നെ സോപ്പിട്ട് കൊണ്ടുപോയതാ ഏട്ടാ. സോപ്പിട്ട എന്താ നീ കൊടുക്കുക? ഇതെന്താ ചെറിയ കാര്യമാണോ? അമ്മേ, അമ്മേ, അമ്മേ. എന്താ നീ ഇങ്ങനെ കിടന്ന് കാറണേ? ട്യൂഷന് പോണ്ടേ ഇന്ന്? അമ്മ ചായതാ അമ്മേ, നടന്ന് പോണ്ടേ? നീ ആ സൈക്കിൾ എടുത്ത് പൊക്കോ. അമ്മ എന്തമ്മേ, അച്ഛൻ്റെ ബൈക്ക് എടുക്കട്ടെ അമ്മേ, പ്ലീസ് അമ്മേ. അമ്മ നല്ല അമ്മല്ലേ? ബൈക്ക് വീട്ടിൽ ഓടിച്ചാൽ മതി എന്നല്ലേ അച്ഛൻ പറഞ്ഞേക്കണത്? അമ്മ അമ്മ എനിക്ക് നല്ല പ്രാക്ടീസ് അല്ല അമ്മേ, എന്തമ്മ പ്ലീസ് അമ്മേ, തായമ്മേ. എടാ, നിനക്ക് ലൈസൻസ് ഇല്ലല്ലോ. ലൈസൻസ് ഒക്കെ ഇപ്പൊ ആര് നോക്കാനമ്മേ? ഞാൻ കൊണ്ടോട്ടെ അമ്മേ. നീ എന്താച്ചാ ചെയ്യേ. താങ്ക് യു അമ്മേ. എടാ വാടാ, വണ്ടി കിട്ടി, വേഗം വായോ, വന്ന് കേറ്. നിങ്ങളൊക്കെ എന്താ ആൾക്കാരാണ്? നിങ്ങളിങ്ങനെ കുട്ടികൾക്ക് ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്കാണ് വണ്ടി കൊടുക്കൽ? കാര്യത്തിൻ്റെ കിടപ്പൊക്കെ അറിയാലോ നിങ്ങൾക്ക്. സീബ്ര ക്രോസിൽ ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടിരിക്കുകയാണ്. വക്കീലേ, ഞാനിത് എന്തായാലും FIR ഇട്ട് മുന്നോട്ട് പോകും. നിങ്ങളിത് കോടതി വഴി നോക്കിക്കോ. ഞങ്ങൾ ലീഗിൽ മുന്നോട്ട് പോകാം. ഒരു കാര്യങ്ങൾ കുറച്ച് പഠിക്കട്ടെ. കുട്ടികളല്ലേ, പ്ലീസ്. സീബ്ര ക്രോസിലൂടെ നടന്നുകൊണ്ട് ഒരാളെ വണ്ടി അടിച്ചിട്ട് അതിനാണ് നിങ്ങൾ കുട്ടികളെന്ന് പറയുന്നത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കേസിൽ. ഒന്നാമത് കുട്ടികൾക്കാണെങ്കിൽ ലൈസൻസ് ഇല്ല. എല്ലാം നമുക്ക് അറിയാഞ്ഞിട്ടല്ല. എന്ന് വെച്ചാൽ ഇന്ത്യൻ പീനൽ കോഡിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. ഒരു സീബ്ര ക്രോസിൽ ഒരാൾ മരണപ്പെടേണ്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് അറിയാലോ. വക്കീൽ അതിൻ്റേതായ കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇടിച്ചാൾ മരിച്ച കാരണം ഈ BNS 106 ഇട്ടിരിക്കുന്നത്. മകന് 15 വയസ്സായതുകൊണ്ട് ജുവനൽ ജസ്റ്റിസ് ബോർഡിലാണ് ഹാജരാക്കുക. അവരുടെ കോടതി അതാണ്. പൊതുപ്രവർത്തകനായ ജോർജ് ജോസഫ് തന്ന പരാതിയിൽ കഴമ്പുണ്ട്. സീബ്ര ലൈനിൽ വെച്ച് വാഹനമിടിച്ച് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ പൊതുനിരത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഹനിക്കുന്നത്. സീബ്ര ലൈനിൽ വെച്ച് ഇടിച്ച് മരിച്ച രാഘവന് കോമ്പൻസേഷന് അർഹതയുണ്ട്. അത് ഞാൻ കോടതിക്ക് റിപ്പോർട്ട് ചെയ്യും.
കേസ് നമ്പർ 2266/2025. ഈ കേസിൽ പ്രതിയായ റോഷന് 3 വർഷം ജുവനൈൽ ഹോമിലേക്ക് വിടുന്നതിനും പിതാവായ മാധവന് 3 മാസം തടവും മരിച്ച രാഘവന്റെ കുടുംബത്തിന് 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും ഈ കോടതി ഉത്തരവാകുന്നു.